السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. صدق الله. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഏവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിലായി മരിക്കാനും നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിൽ നിന്ന് വളരെ വിശദമായി പ്രതിപാദിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഈ പരിശുദ്ധമായ ആയത്ത് ഓതി കേൾപ്പിച്ചത്. ഒരു വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു കടക്കുകയാണ്. കഴിഞ്ഞ ജനുവരിയിലായിരുന്നില്ലേ എന്നൊരു ചോദ്യം ഒരുപക്ഷെ ചോദിച്ചേക്കാമെങ്കിലും മുസ്ലിം കലണ്ടർ പ്രകാരം, ഹിജ്റ കലണ്ടർ പ്രകാരം ഈ ദിൽഹിജ്ജ അവസാനിക്കുകയും മുഹറം ആരംഭിക്കുകയും ചെയ്യുകയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ ഒരു ഇല പൊഴിയാൻ, അങ്ങനെ പതുക്കെ പതുക്കെ മരണത്തിലേക്ക് ചുവട് വച്ചു പോകാൻ കാലത്തിൻ്റെ ഒരു സിഗ്നൽ നമുക്ക് മുമ്പിൽ തരുന്നു എന്നതാണ് ഓരോ ആണ്ടും കഴിഞ്ഞു പോകുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. അത്തരം സമയക്രമങ്ങളെക്കുറിച്ച്, ആ സമയക്രമത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശദീകരിച്ചു പറഞ്ഞതാണ് ഞാൻ ഈ ഓതി വച്ച ആയത്ത്. അത്ഭുതകരം എന്ന് ഞാൻ പറയാൻ കാരണം മനുഷ്യജീവിതത്തിൻ്റെ എന്നല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ താളം സമയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. സമയത്തിൻ്റെ ആ ഒരു വലിയ കനിയിൽ നിന്നാണ്, അതിൻ്റെ മഹാസ്രോതസ്സിൽ നിന്നാണ് വളരെ കുറഞ്ഞ കാലം, നൊടിയിട എന്ന് പറയാൻ പറ്റുന്ന വിധം നമ്മളിവിടെ ജീവിച്ചു പോകുന്നത്. സമയമെന്ന് പറയുന്നൊരു മഹാസാഗരത്തിലെ ഒരു തുള്ളി എടുത്താൽ എത്രയോ അത്രമാത്രം വരുന്ന ഒരു ചെറിയ തുള്ളി എന്ന് പറയാനാവുന്ന ഒന്നാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം. പക്ഷേ ആ മനുഷ്യന് വേണ്ടി തന്നെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ആധുനിക ലോകത്തെ ശാസ്ത്രകാരന്മാർക്ക് പോലും ഈ പ്രപഞ്ച സൃഷ്ടിയുടെ കേന്ദ്ര കഥാപാത്രം ആരാണ് എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനവർ പറയുന്ന ഒരു പ്രത്യേകം, അതിനു വേണ്ടി മാത്രമായി അതിൻ്റെ വ്യത്യസ്തമായ ആലോചനകളിലേക്ക് പോകുന്ന ഒരു വലിയ ശാസ്ത്രം തന്നെയുണ്ട്. ആന്ത്രോപ്പിക് എന്നാണ് ഇതിന് പറയാം. ആന്ത്രോപ്പിക് പ്രിൻസിപ്പാൾ എന്നാണ് പറയാം.
നരതത്വം എന്ന് പറയാവുന്ന, നരവംശതത്വം എന്ന് പറയാവുന്ന, എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ മഹാരഹസ്യം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൊടുക്കപ്പെടാൻ ശാസ്ത്രകാരന്മാർ പോലും ശ്രമിക്കുന്നുണ്ട്. അതുതന്നെയാണ് പരിശുദ്ധ ഖുർആനും പറയുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് മനുഷ്യനാണ്. ആ മനുഷ്യനെ സൃഷ്ടിക്കുകയും ആ മനുഷ്യന് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും നിലനിൽക്കുന്നത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയത്തെക്കുറിച്ചുള്ള ഈ നമ്മുടെ ആലോചനയിൽ ഈ ആയത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. യൗമ ഖലഖസ്സമാവാതി വൽ അർള്, ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ടതെന്നാണോ അള്ളാഹു അവയെ സൃഷ്ടിച്ചത് അന്നു തന്നെ അതിൻ്റെ ഏറ്റവും ഇൻഫിനിറ്റീവ് എന്ന് പറയാവുന്ന, നിർണയിക്കാനാവാത്ത ആ സമയത്തിൻ്റെ ഉള്ളിൽ ഒരു സമയം അള്ളാഹു നിശ്ചയിച്ചു വച്ചു. ഞാൻ അതിൽ കൂടുതൽ മറ്റൊരു ഭാഷ ഉപയോഗിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ്. ആ പറയപ്പെട്ട നേരത്തിൻ്റെ ഉള്ളിൽ ഒരു സമയത്തെ അള്ളാഹു നിശ്ചയിച്ചു വച്ചു. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൻ്റെയും സമയം 12 മാസമാക്കി അള്ളാഹു നിശ്ചയിച്ചു. അതെന്നേ തുടങ്ങി? യൗമ ഖലഖസ്സമാവാതി വൽ അർള്, ആകാശവും ഭൂമിയും എന്നാണോ ആരംഭിച്ചത് അന്ന് തുടങ്ങി. ഇങ്ങനെ ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്ന സമയത്തു തന്നെ ഒരു സമയമുണ്ടെന്ന് പറഞ്ഞ ഒരുപക്ഷെ ലോകത്തെ ആദ്യത്തെ ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. മറ്റെവിടെയും അങ്ങനെ പറയപ്പെട്ടിട്ടില്ല. പ്രപഞ്ചത്തിൻ്റെ സമയത്തെക്കുറിച്ച് പറഞ്ഞത് മാത്രമല്ലല്ലോ, ഞാൻ പലപ്പോഴും സൂചിപ്പിച്ച തന്നുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു നിമിഷത്തെക്കുറിച്ചൊരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. ഏറ്റവും മനോഹരമായ നിമിഷം ചോദിക്കുമ്പോൾ ആയിഷ വിതുമ്പി റളിയല്ലാഹു അൻഹ. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളിൽ ഏത് അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരേണ്ടത്? എല്ലാം അത്ഭുതമല്ലേ? ആ ജീവിത മുഹൂർത്തങ്ങൾ എമ്പാടും അത്ഭുതമായിരിക്കെ. പക്ഷെ എന്നിട്ട് പറഞ്ഞു, ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ദിവസമാണ്, എൻ്റെ രാത്രിയാണ് എന്ന് പറഞ്ഞാൽ ഓരോ പത്നിമാർക്കും നൽകപ്പെട്ടിട്ടുള്ള രാത്രികളിലെ എൻ്റെ രാത്രി, അന്നെൻ്റെ പുതപ്പിനുള്ളിലേക്ക് വന്നു കിടന്നു, എന്നെ അണച്ചു പിടിച്ചു, എന്നെ ആലിംഗനം ചെയ്തു, എന്നെ ചുംബിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആയിഷ, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന്. എന്നിട്ട് ആ സ്നേഹത്തിൻ്റെ ആ പ്രകടനങ്ങളെല്ലാം കഴിയുമ്പോൾ പുണ്യനബി പറഞ്ഞു, ആയിഷ, എനിക്ക് ഈ രാത്രി മുഴുവനും ഒന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിലായി കഴിയണമെന്നുണ്ടെന്ന്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ആ രാത്രിയുടെ മനോഹാരിത ഞാനിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായ നമസ്കാരത്തിലാണ്. അപ്പോൾ ആ സുജൂദിൻ്റെ തടം മുഴുവനും ഇങ്ങനെ അവിടുത്തെ പരിശുദ്ധമായ കണ്ണുനീര് കൊണ്ട് നനഞ്ഞു പോകാണ്. കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന രംഗം. പക്ഷേ ആ രാത്രിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ അതിനേക്കാളേറെ ചിന്തോദ്ദീപകമായ എന്തോ ഒന്ന് കണ്ടെത്തിയതുപോലെ നിരന്തരമായി ചിന്താമഗ്നനായിരിക്കുന്നതും ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അന്നത്തെ രാത്രി കഴിഞ്ഞ സുബഹി നമസ്കാരത്തിൻ്റെ ബാങ്ക് മുഴക്കാൻ വേണ്ടി വരുമ്പോൾ മഹാനായ സയ്യിദുന ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ, ഇന്നുറങ്ങിയില്ലാത്ത പോലെ, രാവ് മുഴുവനും അങ്ങ് ഉണർന്നിരുന്ന പോലെ, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടയാൾ, ഇനിയും വരാനുള്ള ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നതിനെയും പൊറുക്കപ്പെടാൻ മാത്രം അത്രമേൽ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യൻ, അങ്ങനെ ഒരാൾ നിദ്രാവിഹീനനാണ്. അങ്ങനെ ഒരാൾ നിരന്തരമായ പ്രാർത്ഥനയിലും നിരന്തരമായ ചിന്തയിലുമാണ്. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറഞ്ഞു, എനിക്കിന്ന് ചിന്താമധുരം എന്ന് പറയാവുന്ന വിധം ഒരായത്ത് അവതരിക്കപ്പെട്ട ദിവസമാണ്, എങ്ങനെ ഉറങ്ങും എന്ന് ചോദിച്ചു. ആയത്ത് തന്നെ ഇതാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്നാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലും ല ആയാത്തിൽ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. പ്രപഞ്ചം എന്ന് പറയുന്നത് കേവലം മിഥ്യയാണെന്ന് പറയുന്ന ഒട്ടേറെ തത്വചിന്തകളുള്ള കാലത്ത് നിന്നുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മതലങ്ങളെയും അതിൻ്റെ സ്ഥൂലഭാവത്തെയും നോക്കിക്കണ്ട്
അതിനെക്കുറിച്ച് പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തുകൊണ്ട് പടച്ചവനെ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ എന്ന് ചിന്തിപ്പിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്ത് അല്ലാഹു അവതരിപ്പിക്കാൻ. ആ ആയത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഒരു രാത്രി മുഴുക്കെ മുഹമ്മദ് മുസ്തഫ ഉണർന്നിരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഉണരുണ്ടോ എന്ന് അല്ലാഹു ആലം. ഈ ആയത്തുകളുടെ സൗഭാഗ്യകരമായ ആലോചനകളിലേക്കൊക്കെ പോകുമ്പോഴും ഉറങ്ങിപ്പോകുന്ന മനുഷ്യരുള്ള കാലത്തിരുന്നാണ് നമ്മളിതൊക്കെ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ അന്നത്തെ രാത്രി ഉറങ്ങിയില്ല. എന്നിട്ട് ബിലാലിനോട് പറഞ്ഞു, ബിലാൽ എങ്ങനെ ഉറങ്ങും? ഫവൈലുൽ ലിമൻ ഖറഅ വലം യതദബ്ബർ. അങ്ങനെ കൂടി പറയാണ് പുണ്യനബി, ഫവൈലുൽ ലിമൻ ഖറഅ വലം യതദബ്ബർ. ഈ പരിശുദ്ധമായ ആയത്ത് പാരായണം ചെയ്തയാൾ എന്നിട്ട് അത് സംബന്ധിച്ച് ചിന്തിക്കാത്ത ആൾക്കാണ് കടുത്ത നാശം എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കൂടി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. അവിടെ എന്താണ് അതിലെ പ്രധാന കാര്യം? അതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്ന നേരത്തു തന്നെ സമയത്തെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തരം ഉള്ളടക്കത്തിലേക്കും കൂടി മനുഷ്യനൊന്ന് ആലോചിച്ചു പോയാൽ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളുടെ പാരാപാരം പോലെ പരന്നു കിടക്കുന്ന ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് കാണാനാകും എന്ന് പറയാം. അതുതന്നെയാണ് ഈ ആയത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ. 12 മാസത്തെ അള്ളാഹു നിശ്ചയിച്ചു വച്ചു. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന നേരത്തു തന്നെ. അപ്പൊ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും സമയവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കുട്ടികളെ, പടച്ചോനില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഏതോ 2 ബിരുദം കയ്യിൽ പിടിച്ചതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ വലിയ കാര്യമായിട്ട് അതൊരു ഫാഷനായി കാണുന്നവരാലോചിക്കണം. ഞാൻ ഈ ഇടെ വായിച്ച ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു പുസ്തകമാണ് ദ റോഡ് ടു ദ റിയാലിറ്റി എന്ന് പറയുന്ന പുസ്തകം. ദ റോഡ് ടു ദ റിയാലിറ്റി, യാഥാർത്ഥ്യത്തിലേക്കൊരു പാതയാണ്, സത്യത്തിലേക്കുള്ള ഒരു വഴിയാണ്. അത് എഴുതിയ ആളാരാ? അത് എഴുതിയ ആൾ പ്രഗത്ഭനായ സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിങ്ങിനോടൊപ്പം നോബൽ പ്രൈസ് ഷെയർ ചെയ്ത, അതായത് പങ്കിട്ടെടുത്ത വളരെ പ്രഗത്ഭനായ മറ്റൊരു ശാസ്ത്രകാരൻ, ഭൗതിക ശാസ്ത്രകാരൻ കൂടിയായിട്ടുള്ള റോജർ പെൻറോസ് ആണ്. ആ റോജർ പെൻറോസ് പറയുന്നു, ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളടക്കത്തിൽ അതിനൊരു ആത്മാവുണ്ടോ എന്ന് സന്ദേഹിക്കണം. സുബ്ഹാനല്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളടക്കത്തിൽ ഒരു ആത്മാവുണ്ടോ? ഒരു വിസ്ഡം, ഒരു ദിഷണ, ഒരു ബുദ്ധിശേഷി. This fundamental requirements could well provide constraints on the universe physical law. ഒരു ഭൗതികമായൊരു നിയമം ഇതിൻ്റെ ഉള്ളടക്കത്തിലുണ്ടോ? Or physical parameters in order that conscious mentality can exist. ഞാനതിന് എങ്ങനെ അർത്ഥം വെക്കുമെന്ന് ആലോചിക്കാൻ. കോൺഷ്യസ് മെന്റാലിറ്റി ക്യാൻ എക്സിസ്റ്റ്. വളരെ ബുദ്ധിപരമായ ഒരു മാനസിക ഘടന, ഒരു ബൗദ്ധികമായ മാനസിക ഘടന ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള കൃത്യമായ ഒരു ഭൗതിക നിയമത്തിൻ്റെ ഉള്ളടക്കത്തിലാണ് പ്രപഞ്ചം മുഴുക്കെ സഞ്ചരിക്കുന്നതെന്നാണ്. എവിടുന്ന് നിങ്ങൾ മതത്തെ നിഷേധിച്ചത്? എവിടുന്ന് നിങ്ങൾ മതത്തെ നിഷേധിച്ചുകൊണ്ട് വർത്തമാനം പറയാൻ ധൈര്യപ്പെടുന്നത്? നിങ്ങൾ എന്തു മണ്ണാങ്കട്ട വായിച്ചു എന്നാണ് പറയുന്നത്? നിങ്ങൾ എന്തു പഠിച്ചു എന്നാണ്? മതത്തെ നിഷേധിക്കാനാകുമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അർത്ഥത്തിൽ അങ്ങനെ ഒരു ബുദ്ധിശേഷിയെ, ഒരു ഇന്റലക്ച്വാലിറ്റിയെ നിഷേധിക്കാനാകുമെങ്കിൽ ശാസ്ത്രം പറയട്ടെ. ശാസ്ത്രം പറയുന്നു അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറയാൻ ധൈര്യപ്പെടാൻ കഴിയില്ല. അവർ പഠിച്ചു പൂർത്തിയാക്കിയെന്ന് പറഞ്ഞില്ലല്ലോ. അവർ പറഞ്ഞത് ഇത് പഠിക്കുന്തോറും ഇത് അത്ഭുതകരമാം വിധം വിശാലമായ ഒരു അറിവിൻ്റെ ഒരു വലിയ ലോകം തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതേ പെൻറോസ് തന്നെ പറയുന്നുണ്ട്, അവർ പ്രസന്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റിയാലിറ്റി. അതാണ് ഈ റിയാലിറ്റിയെ കുറിച്ചുള്ള നമ്മുടെ പഠനങ്ങൾ മുഴുവനും ഈസ് ഇൻകംപ്ലീറ്റ്. അതൊക്കെ അപൂർണ, അത് വേണ്ട പോലെ ആയി എന്ന് പറയാനാവൂല. വെൽ മിസ്റ്റീരിയസ്.
അതത്രമേൽ രഹസ്യങ്ങളുടെ ഒരു വലിയ ചെപ്പാണ്, ഒരു കലവറയാണ്. ലോജിക്കലി ഫ്ലോഡ്, മനുഷ്യന്റെ യുക്തി കൊണ്ട് ആലോചിച്ചിട്ട് പിടികിട്ടാത്ത വിധം അത്ഭുതമാണത്. അദ്ദേഹത്തിന്റെ സുഹൃത്തും അദ്ദേഹത്തിന്റെ കൂടെ ഇതേ നോബൽ പ്രൈസ് വാങ്ങിയ, ഞാൻ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള പ്രഗത്ഭനായിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങും പറയുന്നു, പ്രപഞ്ചത്തിന്റെ ഒരു അത്ഭുതകരമായ അവസ്ഥ എന്ന് പറയുന്നത് എപ്പോൾ നോക്കിയാലും എവിടെ നോക്കിയാലും നിയമത്തിൽ ബന്ധിതമാണ്. അദ്ദേഹം എന്നിട്ട് പറയുന്നുണ്ട്, ഒരു വസ്തു താഴോട്ടല്ലാതെ മുകളിലേക്ക് വീഴാറില്ലല്ലോ. ഒബ്ജക്ട്സ് ഫാൾ ടുവാർഡ്സ് ദ ഗ്രൗണ്ട്. ഏത് വസ്തുവും താഴോട്ടാണ് വീഴാം. കോമ്പസ് നീഡിൽസ് പോയിന്റ് നോർത്ത്, വടക്കു ദിശയിലേക്ക് മാത്രമേ ഒരു കോമ്പസ് നീഡിൽ, അതായത് ദിശ നോക്കാൻ ആവശ്യമായിട്ടുള്ള സൂചി, അത് തിരിയുന്നത് വടക്ക് ഭാഗത്തേക്ക് മാത്രമാണ്. ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ബൈ കോംബിങ് വൺസ് ഹെയർ വിഗറസ്ലി. നമ്മളിങ്ങനെ ശരിക്ക് ശക്തമായിട്ട് തന്നെ തലമുടി ചീകിയാൽ അതിൽ തന്നെ ഒരു ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. അത് ഭൗതികമായ നിയമമാണ്. അങ്ങനെ നോക്കുമ്പോൾ പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും ഒരു നിയമമുണ്ട്. സുബ്ഹാനല്ലാഹ്, എവിടെ നോക്കിയാലും ഒരു നിയമമുണ്ട്. ആ നിയമങ്ങളൊക്കെ തുടങ്ങിയ ദിവസത്തെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വിളിച്ചത് യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദിവസം, പ്രപഞ്ചത്തിന്റെ ചലനത്തിന്റെ ദിനം. മനുഷ്യരെ, ചലിക്കുകയാണ്, ചലനമാണ് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ചലനമില്ലെങ്കിൽ പിന്നെ നീയൊരു മൺകൂനെ. നിരന്തരമായ ചലനമാണ് പ്രപഞ്ചത്തിന്റെ തന്നെ അടയാളം. വക്കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം അതിൻ്റെ കൃത്യമായ ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് എന്നല്ല, നീന്തി തുടിക്കുകയാണ് എന്ന് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ. സബ്ഹ്, നീന്തി തുടിക്കലേ. പ്രപഞ്ചത്തിലെ ആകമാനം, അതിൻ്റെ എല്ലാ വസ്തുക്കൾക്കും, അത് ഇനിയിപ്പോൾ നമ്മൾ നിശ്ചലമാണെന്ന് വിശ്വസിച്ചു പോകുന്ന വസ്തുവിൻ്റെയും ഉള്ളിൽ നടക്കുന്നത് നിരന്തരമായ ചലനാണ്. വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ, അതിനാണ് ശാസ്ത്രം കാലം എന്ന് പേരിട്ടത്. അത്ഭുതമാണ് കാലം. പടച്ചവന്റെ ഖജനാവിൽ ഒരു അത്ഭുതമാണെന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ആണ്ടും കൂടിയാട്ടോ ഒന്ന്. കാലം എന്ന മഹാത്ഭുതത്തെക്കുറിച്ച് മലയാളത്തിൽ അതിമനോഹരമായി പറഞ്ഞ ആളാണ് ബഷീർ. പടച്ചവന്റെ ഖജനാവിലെ അത്ഭുതമാണ്. അതുകൊണ്ടാണ് പുണ്യനബിയും പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, ലാ തസബ്ബു ദഹർ ഇന്നമാ അന ദഹർ, നിങ്ങൾ കാലത്തെ കുറ്റം പറയണ്ട, ഞാനാണ് ആ കാലം. കാലം എന്ന് പറയുന്ന അത്ഭുതം, ആ കാലത്തിൽ നിന്നാണ് നമ്മൾ ആ കാലത്തെയും ചരിത്രത്തെയും ഒക്കെ ആലോചിക്കണം. അതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ട് എങ്ങനെയാണ് ബിലാൽ ഈ രാത്രിയിൽ എനിക്ക് അള്ളാഹു തന്ന സമ്മാനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി വരുന്നതിലും അള്ളാഹു തന്ന അത്ഭുതങ്ങളുടെ ഒരുപാട് ചെപ്പുണ്ട് എന്ന് പടച്ച റബ്ബ് പഠിപ്പിച്ചരാൻ. ലആയാത്, അതൊരു ഇൻഫിനിറ്റീവായ ഒന്നാണ് കേട്ടോ, നിർണയിക്കാനാവാത്തതാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇന്ന അടയാളം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാവൂല. ആ അടയാളങ്ങൾ ഇങ്ങനെ നിരന്തരം നിങ്ങളെ ഇങ്ങനെ നിരന്തരം അത്ഭുതപ്പെടുത്തുന്ന അത്ഭുതം, അതാണ് ആ അടയാളങ്ങൾ. ആ അടയാളങ്ങൾ കാണുമ്പോഴാണ് മോമിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അപ്പോൾ അവൻ പറയും, അള്ളാഹുവേ ഇതൊക്കെ സൃഷ്ടിച്ചത്, ഇതിൻ്റെയൊക്കെ അത്ഭുതകരമായ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ആലോചിച്ചാൽ നിന്നെ അറിയാൻ എനിക്ക് കഴിയാതെ പോയാൽ ഉണ്ടാകുന്നത് ഭീകരമായ ശിക്ഷയാണല്ലോ എന്ന ചിന്ത അവനുണ്ടാകണം. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പടച്ചവനെ, ഇതിൻ്റെ പിന്നിലിരിക്കുന്ന രഹസ്യം തിരിച്ചറിയാതെ പോയാൽ ഫഖിനാ അദാബന്നാർ, നരകമാണ് എനിക്ക് നീ നിശ്ചയിച്ചത്, ആ നരകാഗ്നിയിൽ നിന്ന് നീ എന്നെ കാക്കേണമേ എന്ന് ദ്വാരക്കാണ്. ഞാൻ പറയുന്നു, എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെയും സകല ബിരുദപ്പേരും നിങ്ങൾ അഴിച്ചു വെച്ചിട്ട് ആലോചിക്കുക. എന്ത് വിദ്യാഭ്യാസമാണ്? ഒന്നും പഠിക്കാത്ത ഒരു മനുഷ്യന്റെ കർണപുടങ്ങളിൽ വന്നലച്ച ആ മനോഹരമായ സൂക്ത ജാലകങ്ങൾക്ക് ഉള്ളിൽ നിന്ന് പഠിക്കാനാവുന്നതിനേക്കാൾ വലുതെന്താണ്? അതുകൊണ്ടല്ലേ
മഹാനായ ഇബ്നു അറബി റഹ്മഹുല്ലാഹ്, ലോകപ്രശസ്തനായ സൂഫിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കിതാബുണ്ട്, ഫുതുഹാത്തുൽ മക്കിയ. ആ കിതാബിനെ അടിസ്ഥാനപ്പെടുത്തി വളരെ പ്രഗത്ഭനായ ഒരു പ്രൊഫസർ വേറൊരു പുസ്തകം എഴുതിയത് ഞാൻ അത്ഭുതത്തോടെ ഇങ്ങനെ വായിച്ചു. ഇബ്നു അറബി ടൈം ആൻഡ് കോസ്മോളജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. ഇബ്നു അറബി അദ്ദേഹം നിശ്ചയിച്ചു വച്ച സമയം എന്താണ്, ആകാശവിധാനങ്ങളുടെ അത്ഭുതകരമായ ഇതിൻ്റെ ഈ പ്രതിഭാസങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ. കോസ്മോളജി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വലിയ പഠനമാണ്. ഈ ഖുർആൻ കയ്യിലുണ്ടായിട്ട് ഉറങ്ങിപ്പോയ മനുഷ്യരെ നമ്മളെക്കാൾ ഹതഭാഗ്യരായി ഭൂമിയിൽ ആരാണുള്ളത്? ഇബ്നു അറബി തൻ്റെ ഫുതുഹാത്തുൽ മക്കിയയിൽ എഴുതി വച്ചത് മാത്രം വിശദീകരിച്ചുകൊണ്ടാണ് വളരെ പ്രഗത്ഭനായ ഒരു പ്രൊഫസർ, ഒരു സയൻറ്റിസ്റ്റ്, ഒരു ഭൗതിക ശാസ്ത്രകാരൻ എന്നിട്ട് ഇബ്നു അറബി ടൈം ആൻഡ് കോസ്മോളജി എന്ന പുസ്തകം എഴുതിയത്. അതിനൊക്കെ എത്രയൊക്കെ ശേഷമാണ് റിലേറ്റിവിറ്റി തിയറിയൊക്കെ വരുമ്പോൾ പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ളവർ സമയത്തെയും കാലത്തെയും ഒക്കെ നിശ്ചയിച്ച് വർത്തമാനം പറയുന്നതിനും എത്രയോ മുമ്പാണ്. എങ്ങനെ അവർക്കത് പറയാൻ കഴിഞ്ഞു? ഈ ഗ്രന്ഥം കയ്യിൽ പിടിച്ചാൽ. അതാണ് കാലം. ഞാൻ ആ കാലത്തെയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ആ കാലം അത്ഭുതമാണ് എന്ന്, അത് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഒരു ചെപ്പിലെ അവൻ്റെ രഹസ്യ അറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവ്യാത്ഭുതമാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തിൽ തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്, ദാലിക ദീനുൽ ഖയ്യിം, അതാടോ മതം. നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കലാണ് മതം. ഈ പ്രപഞ്ചത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മതാചാരങ്ങളെ നിശ്ചയിക്കാത്ത ഒരു മതമാണ് ഇസ്ലാം. എല്ലാം നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ഇതുമായി ബന്ധിപ്പിച്ചാണ്. അതുകൊണ്ടാണ് ഖുർആൻ വീണ്ടും പറഞ്ഞു, ഫിത്രത്തല്ലാഹ് അല്ലത്തി ഫതറന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക ദീനുൽ ഖയ്യിം. ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു ഒരു പ്രകൃതിയിലാണ്. ആ പ്രകൃതിക്ക് അനുസൃതമായി ജീവിക്കൂ. ഇസ്ലാം പ്രകൃതി വിരുദ്ധാണെന്ന് പറയുന്ന ആളുകളോട് പറയാം, അള്ളാഹു പറയാണ് ഫിത്രത്തല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ ഫിത്രത്താണ്. അല്ലത്തി ഫതറന്നാസ അലൈഹ, ജനങ്ങളെ മുഴുവനും ആ ഫിത്രത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്, അള്ളാഹുവിന് ആ ഖൽഖിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല. നിങ്ങൾ മാറ്റുമ്പോൾ പ്രകൃതിക്ക് വിരുദ്ധാവും. അതുകൊണ്ട് പ്രകൃതിയുടെ ഘടനയിൽ, പ്രകൃതിയുടെ സ്വഭാവത്തിൽ, പ്രകൃതിയുടെ താളത്തിന് അതിന് വ്യത്യസ്തമായ സ്വഭാവം ഉണ്ടാകുമ്പോൾ പ്രകൃതിയുടെ ടോൺ മാറും. ഇതൊക്കെ ഞാൻ പറയണ മാത്രമാണെന്ന് വിചാരിക്കേണ്ട. ദ ടോൺ ഓഫ് യൂണിവേഴ്സ്, പ്രപഞ്ചത്തിൻ്റെ താളം എന്ന് ഇതേ ശാസ്ത്രകാരന്മാർ വിളിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ താളം. ആ പ്രപഞ്ചത്തിൻ്റെ താളം ആരാ മാറ്റുന്നത്? മനുഷ്യൻ. ചരിത്രത്തിലെമ്പാടും നടന്നിട്ടുള്ള ഓരോന്നിനെയും കുറിച്ച് ആലോചിക്കുക. ഈ മുഹറം വരുമ്പോൾ നാം ചരിത്രത്തിലെ മനുഷ്യൻ എന്ന് പറയുന്ന ഈ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ധാന പതനങ്ങളെ മുഴുവനും ഓർക്കുക. അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കാണും? അവിടെ ഇസ്ലാം എന്ന് പറയുന്ന ഈ പരിശുദ്ധ മതം, ആദം മുതൽ അലൈഹിസ്സലാം, മഹാന്മാരായ പ്രവാചകന്മാർ, വലിയ വലിയ വിമോചന ദൗത്യങ്ങൾ. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം വലിയ വിമോചകൻ. കാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് കാലത്തിൽ നിന്ന് കിട്ടാവുന്ന ഊർജം കൊണ്ട് മുന്നോട്ട് നടക്കാനാവും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ ഒരു ഭീകരനായ ഭരണാധികാരി. ഇന്നൊരു ഭരണാധികാരിയെ കണ്ടും പേടിച്ചും മിടിച്ചും നിൽക്കാനാണ് തീരുമാനമെങ്കിൽ നമ്മൾ ആലോചിക്കണം, അന്ന് ചെങ്കടലും ഫറോവയും. ഫറോവയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ചെങ്കടൽ, ചെങ്കടലിൻ്റെ ഉള്ളിലേക്കോ അതോ ഫറോവയുടെ മുന്നിലേക്കോ? പക്ഷേ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ജനതയെ രക്ഷപ്പെടുത്തി. ലോകം കണ്ട ഭീകരനായ ഭരണാധികാരി, ഇന്ന ഫിർഔന അലാ ഫിൽ അർള് വജഅല അഹ്ലഹാ ശിയഅൻ യസ്തദ്ഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഫറോവ വലിയ ഒരു അധികാരത്തിൻ്റെ, എന്തിന്? അന്നത്തെ സമൂഹങ്ങളെ വർഗീകരിച്ച, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഇന്നത്തെ ഭീകരമായ രാഷ്ട്രതന്ത്രത്തെ ആദ്യം എടുത്ത ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഫിർഔൻ. ഫറോവ എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് ഫറോവമാരുണ്ട്. അതിൽ മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തെ ഫിർഔൻ. പക്ഷേ അതിനെ ജയിക്കാൻ മഹാനായ സയ്യിദുനാ മൂസ നബി അലൈഹി ഇസ്ലാമിന് സാധിച്ചു. അത് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം. അതുകൊണ്ടല്ലേ
ആ ദിവസത്തെ ഓർക്കാൻ യഹൂദ സഹോദരന്മാർ അന്നത്തെ ദിവസം പിന്നെ മുഹറം 10 അതിനുവേണ്ടി പ്രത്യേകമായി നോമ്പാചരിക്കുന്ന ഒരു ആചരണം നടത്തുന്നത് കണ്ടപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നഹ്നു അഹഖു ബി മൂസ, നമ്മളല്ലേ മൂസ നബിയോട് ഏറ്റവും കൂടുതൽ അടുത്ത ആളുകൾ. അതുകൊണ്ട് ഞാൻ അടുത്ത വർഷവും ജീവിക്കുമെങ്കിൽ ഞാൻ അടുത്ത വർഷവും ജീവിക്കുമെങ്കിൽ ലഅസൂമന്ന താസിയ, ഞാൻ 9ാമത്തെ ദിവസം, അതായത് മുഹറം 9 കൂടി ഞാൻ നോമ്പ് നോക്കുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞതിൽ നിന്നാണ് നമ്മൾ 9ഉം 10ഉം നോമ്പ് നോക്കുന്നത്. ആ ദിവസത്തിന് വലിയ പ്രാധാന്യം, അതായത് ഈ ദിവസം ഒരു കലണ്ടർ വരുന്നു എന്ന് പറയുന്നതിന് തന്നെയും അതിൻ്റെയും ഒരു വലിയ അർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ നിരാശയുടെ ഘട്ടത്തിൽ നിന്ന് ഒരു യാത്ര കൊണ്ട് പിന്നെ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ സംസ്കൃതിയുടെ ആ അർത്ഥത്തിലുള്ള അതിൻ്റെ വലിപ്പത്തിലേക്ക് കാരണമായി തീർന്ന ഹിജറ നടന്നതും ആ വർഷത്തെ ബന്ധപ്പെടുത്തിയിട്ടാണ്. മുഹറത്തിലല്ല ഹിജറ, പക്ഷേ ഹിജറ കലണ്ടർ ഉണ്ടാകുന്നത് ആ ഓർമ്മയിൽ നിന്നാണ്. കാരണം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അട്ടിയൊടിക്കപ്പെടുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ, പക്ഷേ അതുകൊണ്ട് ഭീതിയോടെ ഓടി എന്ന് പറയാനാവില്ല. ഭീതിയായിരുന്നില്ല. മറ്റൊരു ലോകത്ത് വലിയൊരു ലോകം പണിയാൻ മദീനയിലേക്ക്, യസ്രിബിലേക്ക് പോകാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ ഓർമ്മയിൽ നിന്നാണ് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് ഒരു കലണ്ടർ, നമുക്കായി ഒരു കലണ്ടർ, അതായത് മുസ്ലിം ലോകത്തിനൊരു കലണ്ടർ എന്ന നിലയിലാണ് ഹിജറി കലണ്ടർ അങ്ങനെ ഉണ്ടായെത്തീർന്നതാണ്. അവിടെയും ഓർമ്മ ഇതാണ്, ജയിച്ചു നിൽക്കാൻ, തോറ്റു പോകാനല്ല, ജയിച്ചു നിൽക്കാനാണ്. അതുകൊണ്ട് ഈ കാലത്തിൻ്റെ ഈ വലിയ ഉൾക്കാഴ്ചയാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. ഇന്നും അവസാനിച്ചു, നാളെ വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും അവസാനം ദാഹിച്ച് ചോദിക്കുന്ന ഒരു നേരമുണ്ട്. ഒരു നിമിഷം കിട്ടാനാണ്, ഒരു നിമിഷമല്ല, ഇനി അതിൻ്റെ മൈന്യൂട്ട്സ് ഓഫ് സെക്കൻഡ്സ് കിട്ടിയാൽ മതി. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ലഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. മനുഷ്യൻ ദാഹിച്ച് ചോദിക്കാൻ, ഈ സമയമൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ ഉപയോഗപ്പെടുത്താതെ പോയ ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യൻ അവസാനത്തെ ഒരു ചോദ്യമാണ്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ആ ഖരീബിന് ഞാൻ എങ്ങനെ അർത്ഥം വെക്കേണ്ടത്? അടുത്ത സമയം എന്ന് പറഞ്ഞാൽ അതാണ് ആ സമയത്തെ ഒരു മിനിറ്റ് സെക്കൻഡ്സ് എന്ന് പറയാവുന്ന അത്രക്കും ചെറിയൊരു സമയം എനിക്കൊന്ന് തരുമോ? പഠിച്ചവനോട് പറയും, അത്രക്കും ഒരു സമയം അല്പം ഒന്ന് പിന്തിപ്പിക്കോ, എന്നാൽ ലാ സ്വദ്ദഖ്, ഞാൻ സ്വതക്ക ചെയ്തോളാം, ഞാൻ സ്വാലിഹീങ്ങളുടെ കൂടെ പോയിക്കോളാം. ഒറ്റൊരു സമയം, അല്പം സമയം, അതിൻ്റെ മൂല്യം എത്ര വലുതായിരിക്കും. അല്ലാഹു കാക്കട്ടെ. അതിൻ്റെ മൂല്യം എത്ര വലുതായിരിക്കും. കുട്ടികളെ, ആ ഒരു സമയം ഉണ്ടാകും, ഏതു മനുഷ്യനുണ്ടാവും. എല്ലാ മനുഷ്യരും അതിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. അപ്പോൾ സമയം എന്നൊരു അത്ഭുതം, അതാണ് ആ അത്ഭുതത്തെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ നമുക്കൊക്കെ അതിലൊരു ബറക്കത്ത് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. ചരിത്രത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന സമയം, മാനവ സമൂഹത്തിൻ്റെ ഉദ്ധാന പതനങ്ങളുടെ, ജീവിത വഴികളുടെ എല്ലാത്തിൻ്റെയും ഉള്ളടക്കമായി നിൽക്കുന്ന ചരിത്രത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന സമയം. ഈ മുഹറം മഹാനായ മൂസ നബി ഓർക്കുന്ന പോലെ നമുക്ക് വല്ലാത്ത ഒരു ഓർമ്മയാണ് മഹാനായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ തോരാത്തൊരു കണ്ണുനീരാണ് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശിരസ്സെടുത്ത് കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ആ പരിശുദ്ധമായ ശരീരത്തിൽ ആ മുഖത്തിങ്ങനെ കുന്തം കൊണ്ട് ഇബ്നു സിയാദ് കുത്തുമ്പോൾ സ്വഹാബാക്കൾ ഹൃദയം പൊട്ടി വിളിച്ചു പറയുന്നുണ്ട്, ബിൻ സിയാദ്, നീ ആരുടെ മുഖത്താണെന്നോ കുന്തം കൊണ്ട് കുത്തുന്നത്? നീ ആരുടെ പവിഴാധരങ്ങളിലാണെന്നോ ഇങ്ങനെ ക്രൂരമാം വിധം കുന്തം കൊണ്ട് കുത്തുന്നത്? ആ പരിശുദ്ധമായ ആധരങ്ങളിൽ മുഹമ്മദ് മുസ്തഫ പലവട്ടം ഉമ്മം വച്ചിട്ടുണ്ടെന്ന് ഓർക്കണം എന്നായിരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം ഉമ്മത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കണ്ണീരോർമ്മയായി നിൽക്കുന്നു സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞു തീർക്കല്ല,
അത്ര വിശാലമായൊരു ചരിത്രത്തെ ഒരു ചെപ്പ് പോലെ ഞാനിങ്ങനെ പറഞ്ഞു തീർക്കുന്നേയുള്ളൂ. കാലവും ചരിത്രവും ഒക്കെ ഓർക്കണം. മുഅ്മിനീങ്ങളെ എന്നിട്ട് തിരിച്ചു നമുക്ക് എന്തൊക്കെ നന്നാവാനുള്ള പണിയെടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കണം. ഹാസിബു ഖബ്ല അൻ യുഹാസബു. ഓരോരുത്തരും, ഞാനും നിങ്ങളും വിചാരണ ചെയ്യണം, അവനവനെ വിചാരണ ചെയ്യണം. നമ്മൾ പലപ്പോഴും നമ്മളെ വിചാരണ ചെയ്യുന്ന കാര്യത്തിൽ വളരെ മോശം, വേറെ ആരെങ്കിലും കിട്ടിയ വിചാരണ ചെയ്യും. ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ സ്വയം വിചാരം ചെയ്യുകയും ആത്മവിശകലനം ചെയ്തുകൊണ്ട് നിങ്ങൾ നാളെ വരാൻ പോകുന്നൊരു വിചാരണയുടെ മുമ്പേ നിങ്ങളൊന്ന് തയ്യാറെടുക്കൂ എന്നതാണ് പ്രധാനം. അള്ളാഹു അതിനുള്ള തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ സമയമാകുന്ന ആ കലണ്ടറിൽ നിന്നിതാ ഒരു കലണ്ടർ മാറാൻ, ഹിജ്റയുടെ കലണ്ടറിൽ മുഹറം വരാൻ പോകാൻ. റബ്ബ് സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ ഇനി വരുന്ന വർഷത്തെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ജീവിതത്തെ നിയാമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സമയത്തെ പൂർണ്ണമായി ഉപയോഗിക്കുക. സമയം ചിലപ്പോഴൊക്കെ ഉപയോഗിച്ചാൽ എന്തൊരു ബർക്കത്താണ്. സമയം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ, കുട്ടികളെ, ചെറിയ മക്കളൊക്കെ പ്രത്യേകം ഓർക്കുക, നിങ്ങൾക്ക് കിട്ടിയ സമയം എത്ര വലുതാണ്. ആ സമയത്തൊന്ന് പൂർണ്ണമായി ഉപയോഗിച്ചോളൂ. ചില ആളുകളെ നമ്മൾ അത്ഭുതപ്പെടുത്താറുണ്ട്. ഒറ്റ കാര്യമാണ്, അവർ വലിയ വലിയ ഗ്രന്ഥങ്ങൾ എഴുതി, ചിലപ്പോൾ 70, 80, 100 അതിനപ്പുറവും ഒക്കെ വലിയ വലിയ വോള്യൂംസ് എഴുതിയിട്ടുള്ള വലിയ വലിയ പണ്ഡിതന്മാർ. ഇമാം നബവിയെക്കുറിച്ച് പറയാറുണ്ട്, 43 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ അവിടുത്തെ ബർത്ത്ഡേ മുതൽ ഡെത്ത് ഡേ വരെയുള്ള ദിവസം, ആ സമയം മുഴുക്കെ മറ്റൊരാൾ ഉപയോഗിച്ചാൽ അയാൾ മഹാനവറുകൾ എഴുതിയ പുസ്തകം എഴുതി തീർക്കാം, കിതാബ് എഴുതി തീർക്കാനാവില്ല. അപ്പോൾ പിന്നെ അദ്ദേഹം ജീവിച്ച മറ്റു ജീവിത വഴികളോ, പഠിച്ചതും പഠിപ്പിച്ചതും പ്രബോധനം ചെയ്തതും പ്രസംഗിച്ചതും ഒക്കെ കൂടി നോക്കിയാലോ, അത് എഴുതിയ പുസ്തകങ്ങൾ, അതായത് കിതാബുകൾ എഴുതാൻ കഴിയില്ല. അത് എഴുതിയ കിതാബുകൾക്ക് പിന്നീട് അതിനേക്കാൾ വലിയ വലിയ വ്യാഖ്യാനങ്ങൾ എഴുതി വെച്ച വലിയ വലിയ മനുഷ്യന്മാർ വേറെയും. അപ്പോൾ ശരിക്കും ഇത്രയേ ഉള്ളൂ, സമയത്തെ നിർണയിച്ച് പഠിച്ചാൽ അതിൻ്റെ ബറക്കത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് തേടാൻ കഴിയും. അത് തേടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ ആഴ്ചയും പറയുന്ന പോലെ അസാസിലെ ഈ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭക്ഷണ പഠന ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ചിലവാക്കുന്ന സഹോദരന്മാരുണ്ട്. ഇന്നുപോലും ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരൻ വന്നിട്ട് 8 വർഷത്തേക്കൊരു കുട്ടിയെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഏകദേശം 2-2.5 ലക്ഷം രൂപ വരുന്നൊരു കാര്യം. അർഹമുറാഹിമിനായ റബ്ബ് സ്വീകരിക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാനായ സഹോദരന് അദ്ദേഹത്തിൻ്റെ സദഖയെ സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിൽ എല്ലാം അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇവിടെ നടക്കുന്ന ഈ ടോയ്ലറ്റ് പണിയുമായി ബന്ധപ്പെട്ടും 25,000 രൂപ അദ്ദേഹം വീണ്ടും തരാമെന്ന് ഏറ്റിരിക്കുന്നു. റഹ്മുറാഹിമിനായ റബ്ബ് സ്വീകരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇവിടെ കുട്ടികളുടെ സൗകര്യാർത്ഥം ആവശ്യമാകുന്ന ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ പണിയാണ്. അതിന് വേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ളത് തന്നാൽ ഇതൊക്കെ ഈ പറഞ്ഞ സമയത്തിലേക്കുള്ള വലിയ കരുതലാണ്. അങ്ങനെ കരുതാൻ നിങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. റഹ്മുറാഹിമിനായ റബ്ബ് സ്വീകരിക്കട്ടെ. മഹാനായ ഷെയ്ഖുന ചെറുവാൾ ഉസ്താദ് ഈ സമയമൊക്കെ ജീവിച്ചു തീർത്ത, ജീവിതത്തെ ബറക്കത്ത് കൊണ്ട് തീർത്ത ധന്യമായൊരു ജീവിതമാണ് മഹാനായ ചെറുവാൾ ഉസ്താദ്. ആ ഉസ്താദ് മഹാനവറുകൾ ജീവിച്ച കാലം, നമ്മളൊക്കെ ആ കാലത്ത് ജീവിച്ചു എന്നുള്ളതായിരിക്കാം നമുക്കൊക്കെ കിട്ടാവുന്ന ഒരു സവിശേഷമായൊരു മേന്മ. ആ മഹാനവറുകളുടെ 5ാം ആണ്ടു നേർച്ച വരുന്നുണ്ട്. മജ്‌ലിസുന്നൂർ വാർഷികവും വരുന്ന ജൂലൈ, അതായത് ഈ ജൂലൈ 12, 13, 14 തീയതികളിൽ അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മഹാനായ സംസ്ഥയുടെ പ്രസിഡന്റ് വന്ദ്യരായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾക്കൊള്ളുന്ന പണ്ഡിതന്മാരും സാദാത്യങ്ങളൊക്കെ ഉണ്ട്. ആ പരിപാടികൾ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സൺ ഹോസ്പിറ്റലിൽ ICയിൽ കിടക്കുന്ന ചാവക്കാട് സ്വദേശിയായ ഒരു സഹോദരൻ, റഹ്മുറാഹിമിനായ റബ്ബ് അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകട്ടെ. റബ്ബ് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. معاشر المسلمين رحمكم الله، الجماعة حج الفقراء والمساكين وعيد المؤمنين. الخطبة تقوم مقام ركعتين من الفرض. قال رسول الله صلى الله